Hello everyone, welcome to Nandana Niranjan YouTube channel. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. ഞങ്ങളുടെ സമ്മർ വെക്കേഷനിൽ ആദ്യം ഞങ്ങൾ പോയത് പാലക്കാടുള്ള ലുലു മോളിലായിരുന്നു. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയത് മലമ്പുഴ കവയിലേക്കാണ്, പിന്നീട് മലമ്പുഴ ഗാർഡൻസിലേക്ക്. അതിനുശേഷം ഞങ്ങൾ ഒരു സിനിമയൊക്കെ കണ്ടതിന് ശേഷം വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. അമ്മ, അച്ഛൻ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ എൻ്റെ വല്യമ്മ, വല്യച്ഛൻ, അതേപോലെ എൻ്റെ കസിനാണ് കിച്ചുവേട്ടൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഈ സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിച്ചത്. അച്ഛനും കിച്ചുവേട്ടനും ബൈക്കിലാണ് ട്രാവൽ ചെയ്തത്, ബാക്കി എല്ലാവരും കാറിലുമാണ് പോയത്. ഈ വേനൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലമാണ് നെല്ലിയാമ്പതി. അവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇത് അവിടെ കാണുന്ന പൂവാണ്. ഇതിന് ശരിക്കും മുല്ലപ്പൂവിൻ്റെ മണമാണ് ഉള്ളത്. അവസാനം ഞങ്ങൾ മല കയറി തേയിലത്തോട്ടത്തിലേക്ക് എത്തി. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നീങ്ങി. ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ചിറ്റൂർ, കൊല്ലങ്ങോട്, നെന്മാറ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ നേരെ കാണാം. അങ്ങനെ എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം ITLലേക്ക് ഫുഡ് കഴിക്കാനായി കയറി. ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നീട് ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം ഓറഞ്ച് ഗാർഡനിലേക്ക് പോയി. ഇവിടെ ഒരു ഭാഗത്തായിട്ട് കുറേ വെറൈറ്റി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ സ്ഥലം മുഴുവൻ ഒന്ന് ചുറ്റിക്കണ്ടു. ഈ ഗാർഡൻസിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്ന താമരക്കുളം. കിച്ചുവേട്ടൻ എനിക്കിതാ കുറേ ഫോട്ടോസൊക്കെ എടുത്തു തരുന്നുണ്ട്. ഇതാ താമരക്കുളത്തിൻ്റെ ചുറ്റും കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റും ഇഷ്ടവും തോന്നിയ ഒന്നാണ് ട്രീ ഹൗസ്. ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ട്രീ ഹൗസ് കാണുന്നത്. അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ വേഗം ഞങ്ങൾ ചടപടേന്ന് ചാടി കയറി. ഇവിടെ ഒന്നല്ല 2 ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുടില് പോലെയുള്ള വീടുണ്ടായിരുന്നു. അതിനകത്തേക്ക് എല്ലാവരും കയറി കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഗാർഡൻസ് എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് പോത്തുണ്ടി ഡാമിലേക്കാണ്.
പിന്നെ ഞങ്ങളൊരു ചാലഞ്ച് വെച്ചു, ആരാണ് ഒറ്റയടിക്ക് മേലേക്ക് നിർത്താണ്ട് കയറുകയെന്ന്. അച്ഛനാണ് ആദ്യം പോയത്. പിന്നെ അച്ഛൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനുണ്ടാവും പിന്നാലെ. അങ്ങനെ ഞാനും ഈ ചാലഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ബാക്കി എല്ലാവരും ചെയ്തുവെങ്കിലും അവസാനം ചാലഞ്ചിൽ ജയിച്ചത് അഫ്കോഴ്സ് എൻ്റെ അച്ഛനും ഞാനുമായിരുന്നു ഈ ചാലഞ്ചിൽ ജയിച്ചത്. സ്പീഡൊക്കെ എന്തായാലും കമ്മിയായി മേലെ എത്തിയപ്പോൾ, എന്നാലും ചാലഞ്ച് ഞങ്ങൾ രണ്ടുപേരുമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് പോത്തുണ്ടി ഡാം. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ വ്യൂ നന്നായിട്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നിർത്താണ്ട് ഇതിൻ്റെ മേലെ കയറിയിട്ട് അപ്പുറത്തെ സൈഡ് വരെ എത്തുക എന്നുള്ളതാണ്. പിന്നെ ഇത് കാണുന്ന പോലെ എളുപ്പമല്ല, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്യാൻ. ഞാനിങ്ങനെ വെട്ടിയിട്ട മരങ്ങളുടെ മേലെയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇത് കുറച്ച് വളഞ്ഞിട്ടൊക്കെയാണ്. പിന്നെ കറക്റ്റായിട്ട് ബാലൻസ് ഒന്നും കിട്ടാത്തൊരു സംഭവമാണ്. അങ്ങനെ ഈ ഒരു ചാലഞ്ചാണ് അടുത്തതായിട്ടുണ്ടായിരുന്നത്. ഈ ചാലഞ്ച് എല്ലാവരും ചെയ്യാൻ നോക്കി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അച്ഛന് പറ്റിയില്ല. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞങ്ങൾ എല്ലാവരിലും ചെയ്തത് ഫസ്റ്റായിട്ട് അച്ഛനായിരുന്നു. പിന്നെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ആരും ചെയ്തില്ല, അച്ഛനും നന്ദനെ ചെയ്തിട്ടുള്ളൂ. അച്ഛൻ ചെയ്ത എന്തായാലും മോള് ചെയ്യുമല്ലോ, അതായിരുന്നു ആദ്യത്തെ ചാലഞ്ചിൽ സംഭവിച്ചത്. അതേപോലെ ഈ ചാലഞ്ചിലും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ശരിയാക്കി. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ചെയ്തു. ആ അറ്റംപ്റ്റും എൻ്റെ സക്സസ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ ചെയ്തവരിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്കും അച്ഛനുമായിരുന്നു. ബാക്കി എല്ലാവരും ശ്രമം നടത്തിയ പോലെ അമ്മയും ശ്രമം നടത്തിയെങ്കിലും പാവത്തിന് പറ്റിയില്ല. പിന്നെ ഞങ്ങളിതാ ഈ ഒരു സംഭവത്തിൻ്റെ മേലേക്ക് കയറി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൈക്ലിങ്ങിനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനും കണ്ണനുമാണ് സൈക്ലിങ്ങിന് പോകുന്നത്. അവർ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ തരും, എന്നിട്ട് അങ്ങനെ വിടും. ഒരു ടിക്കറ്റിന് 200 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അങ്ങനെ കണ്ണൻ പകുതിയൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് സ്ലോ ആയി. പിന്നെ ഒരു നോർമൽ സ്പീഡിൽ പോകാനായിട്ട് തുടങ്ങി. പിന്നെ ആ ഒരു അപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ച് നമ്മളെ വിടും, വേറൊരു റോപ്പ് കൂടെ തിരിച്ചും വിടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. എനിക്കായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി ട്രൈ ചെയ്യാനായിട്ട് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയതിന് ശേഷം ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ സൈക്കിൾ ഓടിക്കാൻ അറിയാം, പക്ഷെ നമ്മൾ ഇതുവരെ എയറിലിങ്ങനെ സൈക്കിള് ഒരു റോപ്പിലൂടെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഓടിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും രസമായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയനാണെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ട് പോയി. ഞാനാണെങ്കിൽ ടെൻഷൻ കാരണമാണെന്ന് അറിയില്ല, നല്ല സ്പീഡിലുമാണ് പോയിട്ടുണ്ടായിരുന്നത്. അവൻ മാക്സിമം എൻജോയ് ചെയ്ത് പതുക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ടെൻഷൻ കാരണം ഭയങ്കര സ്പീഡ് കൂടിയിട്ട് അങ്ങനെ നന്നായിട്ടൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അവൻ എന്താ നല്ല കൂളായിട്ട് ഓടിച്ച് വന്ന് ഹാപ്പി ആയിട്ട് തന്നെ ലാൻഡ് ചെയ്തു. എൻ്റെ ലാൻഡിങ് എന്ന് പറയുന്നത് നല്ല സ്പീഡായിട്ടുള്ള ലാൻഡിങ് ആയിരുന്നു. ഞാൻ ആ ചേച്ചീനെ ഇടിച്ച് മലത്തി ഇടേണ്ടതായിരുന്നു, പക്ഷേ ആ ചേച്ചി നല്ല സ്ട്രോങ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ നിന്ന് തിരിച്ച് പുറപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.